കേന്ദ്രത്തോട് ഇന്ന് സുപ്രീം കോടതി കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. കേരളത്തിന് അർഹമായത് കൊടുക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് തടസ്സം? രണ്ടാമത് പറഞ്ഞത് അടിയന്തരമായി നാളെ തന്നെ തീരുമാനം അറിയിക്കണമെന്ന് കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? എന്റെ ചോദ്യം, ഇനിയെങ്കിലും UDF ഒന്ന് വാതുറക്കൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കേരളത്തോട് തോന്നുന്നൊരു മമതയില്ലേ, ഒരു ജാഗ്രത? അതില്ലാത്തവരായിപ്പോയോ കേരളത്തിലെ UDF? ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞില്ലേ? കേന്ദ്ര സർക്കാർ സമ്മതിച്ചിട്ട് 13,608 കോടി രൂപ അവതർക്കിതമായിട്ട്, തർക്കമില്ലെന്ന് അവരും സംഭവിച്ചിരിക്കുന്നു, കേരളത്തിന് തരാനുണ്ടെന്ന്. ഇതുവരെ UDF എന്തെങ്കിലും പറഞ്ഞു? കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു? ഏതായാലും സുപ്രീം കോടതിക്ക് തോന്നിയിരിക്കുന്നു കൊടുക്കേണ്ടതാണെന്ന്. 13,608 കോടിയല്ല, 5,000 കൊടുക്കാന്നാ ഇവര് പറയുന്നത്. നടക്കില്ല കേട്ടോ. അതുകൊണ്ട് നാളത്തെ കേൾക്കട്ടെ, എത്ര കേന്ദ്രം പറയാൻ പോണെന്നുള്ളത്. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം, UDFന്റെ രാഷ്ട്രീയം, അത് ഒന്നുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ്. UDFനോട് പറയാനുള്ളത്, പെറ്റ നാടിനോട് ഒരു സ്നേഹം വേണമെന്ന്. ഇവിടെ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഉണ്ടാവട്ടെ, അത് ഉണ്ടാക്കണം. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിയായിട്ട് മാറാൻ പോവുകയാണ്. ഈ CAA കേരളത്തിൽ നടപ്പാക്കും വെല്ലുവിളിക്കാണ് കേസിലല്ല ഇപ്പോ അല്പസമയം വേണ്ടി. ആര് യാക്കന്മാരോട് പറയുന്നു? ഇയാൾ നടപ്പാക്കാൻ പോണു? കേരളത്തിൽ 12% പിന്തുണയുള്ള പാർട്ടി കേരളത്തിലങ്ങ് തനിച്ച് നടപ്പാക്കാൻ പോണു? കേരളം മാത്രമല്ലെന്ന് DMPക്ക് നടപ്പാക്കില്ല. നടപ്പാക്കാൻ ചെല്ലവിടെ തമിഴ്നാട്ടില്. കർണാടകയും തെലങ്കാനയും എന്ത് ചെയ്യുമെന്ന് കോൺഗ്രസ് എന്ന് പറയട്ടെ. കേരളത്തിൽ CAAക്കെതിരായിട്ട് പ്രമേയം പാസാക്കി ഒരുമിച്ച് സമരത്തിൽ നിന്ന് പറഞ്ഞു പോയവരാ UDF. ആ നയം തിരുത്തി ഇതിനെതിരായിട്ട് ഒരുമിച്ച് സമരത്തിന് തയ്യാറുണ്ടോ UDF? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത്രയെങ്കിലും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറയട്ടെ. സുരേന്ദ്രൻ നടപ്പാക്കുന്നതെന്ന് കാണാം. സമരത്തിന് തയ്യാറുണ്ടോ എന്ന് തന്നെയാണ് ഒരുമിച്ച്. നിശ്ചയമായിട്ടും UDF നിലപാട് വ്യക്തമാക്കട്ടെ എന്ന്. അവർ ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകത്തിലും പൌരത്വ രജിസ്റ്ററും CAയും നടപ്പാക്കൂല്ലേ എന്ന് വ്യക്തമാക്കണം. കേരളത്തിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തുന്നുണ്ട് കോൺഗ്രസ്. കേരളത്തിൽ നടത്തുന്നുണ്ട്. കേരളത്തിന് പുറത്തോ? കോൺഗ്രസിന്റെ നയം ഓരോ സ്ഥലത്തും ഒരേപോലെയാ. അതുകൊണ്ട് അവരാദ്യം വ്യക്തമാക്കട്ടെ. തെരഞ്ഞെടുപ്പിലെ ഇത് വല്ലാത്തൊരു പ്രചരണ വിഷയമായി മാറില്ലേ സ്വാഭാവികമായിട്ട്? BJP ചിന്തിക്കുന്നതേ അങ്ങനെയുള്ള ധ്രുവീകരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർക്ക് അനുകൂലമേ മാറുമെന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നിപ്പോ നടക്കാൻ പോകുന്നൊരു കാര്യം എന്താ? സുപ്രീം കോടതിയിലെ SBI കൊണ്ട് ലിസ്റ്റ് കൊടുക്കേണ്ടി വരും ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ എന്നുള്ളത്. ചെറിയ പ്രശ്നമല്ലത്. ആദ്യം നോക്കേണ്ടത് ഈ കമ്പനികളിൽ എത്രണ്ണത്തിന് ED റെയ്ഡ് ഉണ്ടെന്നുള്ളതാണ്. ED എന്ന് പറയുന്ന ഏജൻസി BJPക്ക് വേണ്ടി ബലം പ്രയോഗിച്ച് പണം കവരാനുള്ള ഒരു ഏജൻസിയായിട്ട് അതപ്പതിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുള്ള കമ്പനികളുടെ സംഭാവനകളിൽ 335 കോടി രൂപ കമ്പനികൾ സംഭാവന ചെയ്തിട്ടുള്ളത് EDയുടെ റെയ്ഡിന് ശേഷമാണ്. അങ്ങനെ പണം സമാഹരിക്കുന്നതിന് ED ഒരു ഏജൻസിയായിട്ട് ഇന്ത്യയിൽ BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കള്ളക്കളിയൊക്കെ പുറത്തു വരാൻ പോവുകയാണ്. അതിന് മറിയിടാൻ വേണ്ടിയിട്ടാ ഇന്നലെ വൈകുന്നേരം പോയി CAA പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊക്കെ മറന്ന് വർഗീയ ചേരിതിരിവിലേക്ക് ഇന്ത്യയെ മാറ്റാൻ പറ്റുമെന്നാണ് കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. കേരളം ഒറ്റക്കെട്ടായി പറയുന്നത് നടപ്പില്ലെന്ന്. സുരേന്ദ്രൻ മാത്രമേ ബാക്കിയുള്ളൂ. മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കാവുന്നൊരു പാർട്ടി പ്രസ്ഥാനം ഇടതുപക്ഷം ഉറച്ച് എന്നുള്ളത് ബോധ്യമാവുകയും. ഈ പ്രധാനമന്ത്രിക്ക് പത്തനംതിട്ട വരുവാണ്, പക്ഷെ മണിപ്പൂരിൽ ഇതുവരെ പോയിട്ടില്ല, അല്ലെങ്കിൽ മണിപ്പൂർ വിഷയത്തിൽ മൗനം തുടരുകയാണ്. അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല.
അതിനെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറല്ല. പക്ഷെ മണിപ്പൂര് അവരുടെ കേരളത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ ഇല്ലാതാക്കിയെന്ന്. സുരേഷ് ഗോപി ഇതുവരെ ചിന്തിച്ചിരുന്നത് എനിക്കിപ്പോ ഒരു കിരീടം എല്ലാം സംഭാവന ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പിന്തുണ കിട്ടുമെന്ന് കരുതി പോയതാ. ഇപ്പൊ എവിടെ എത്തി? മണിപ്പൂരൊന്നും മറക്കാൻ മതന്യൂനപക്ഷങ്ങൾക്ക് കഴിയില്ല എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുക. 15-നെത്തുകയാണ് പത്തനംതിട്ടയിലെ പ്രധാനമന്ത്രി. എന്തോ 15-നെത്തുകയാണ് പത്തനംതിട്ടയിലെ പ്രധാനമന്ത്രി. എന്തെന്ന് അദ്ദേഹം ആദ്യമായിട്ടാ വരണേ? ഇതുവരെ വന്നുകൊണ്ട് വല്ല ഗുണവും BJPക്ക് ഉണ്ടായിട്ടുണ്ട്? ഈ നാടേ വേറെയാണ്, എന്റെ പാരമ്പര്യം വേറെയാണ്. പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം കൊണ്ടൊന്നും മാറുന്ന പാരമ്പര്യമല്ല ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയെല്ലാം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വരും, കഴിഞ്ഞ വന്ന് പോയി, ഉള്ളൊരു സീറ്റും പോയി. ഇത്തവണ വന്ന് വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ശരി, താങ്ക് യു.